ഹലോ ചങ്ക്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ്. ആഘോഷം ഏതായാലും നമുക്കിന്ന് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ രണ്ടെണ്ണം അടിക്കുക എന്നുള്ളത്, മീൻസ് മദ്യപാനം. എടുത്തു പറഞ്ഞോട്ടെ, ഇത് മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോ അല്ലേ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. നമുക്ക് ഏറ്റവും അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ മദ്യം വാങ്ങാൻ പോകുമ്പോൾ കാണുന്ന നീണ്ട ക്യൂ ആണ്. പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസങ്ങൾ അല്ലെങ്കിൽ ഡ്രൈ ഡേ തലേദിവസമൊക്കെ ഭയങ്കര ക്യൂ ആവും. പ്രീമിയം കൗണ്ടറുണ്ട്. അവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു എബോ ആവറേജ് 1000 റുപ്പീസ് അല്ലെങ്കിൽ ഒരു 800 രൂപ മുതലുള്ള സാധനങ്ങളെ കിട്ടുള്ളൂ. നമുക്ക് വേണ്ട സാധനങ്ങൾ, ഇപ്പോൾ നമ്മുടെ ജനപ്രിയ ബ്രാൻഡായ ജവാനോ, MC-യോ, ഹണീബിയോ, 8PM അങ്ങനെ സാധാരണക്കാരൻ കഴിക്കുന്ന മദ്യമൊന്നും പ്രീമിയം കൗണ്ടറിൽ ലഭിക്കില്ല. ഇതെങ്ങനെ ലഭിക്കും? ക്യൂ നിൽക്കാതെ നമുക്ക് വാങ്ങാം ഓൺലൈനിലൂടെ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. നമ്മളെ കോവിഡ് കാലത്ത് ആപ്പൊക്കെ ഉപയോഗിച്ചതല്ലേ, അത്രയൊന്നുമില്ല. ഇത് ഒരു പ്രാവശ്യം നമുക്ക് രജിസ്റ്റർ ചെയ്യണം. അതിന് മാത്രത്തിൽ സമയം എടുക്കും. അതിനുശേഷം പിന്നെ എപ്പോൾ വേണമെങ്കിലും ഇത് സുഖമായി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ രജിസ്ട്രേഷൻ പ്രക്രിയയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണ്. എല്ലാവരുടെ അടുത്ത് ഐഫോൺ ഉണ്ടാവും, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടാവും, ഏതും ആയിക്കോട്ടെ. നേരെ ഫോൺ എടുക്കുക, ഗൂഗിളിൽ പോവുക, ബെവ്കോ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇതേമാതിരി ഒരു പേജ് ഓപ്പൺ ആവും. അതിൽ ബെവ്കോയിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്ക്രീനിൽ റൈറ്റ് സൈഡിൽ 3 ഡോട്ട് പോലെ കാണില്ലേ, അതിലും ഒന്നും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബൈ ഓൺലൈൻ പോവാം. നമ്മുടെ ജില്ല സെലക്ട് ഡിസ്ട്രിക്റ്റ് ഉണ്ട്. നമ്മൾ ഏത് ജില്ലയാണോ ആ ജില്ല സെലക്ട് ചെയ്യുക. ഞാൻ എറണാകുളമാണ്, എറണാകുളം സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എറണാകുളത്തുള്ള എല്ലാ ഷോപ്പും കാണാൻ പറ്റും. എൻ്റെ വീടിനടുത്ത് വരുന്ന ഷോപ്പ് ഏതാണെന്ന് വെച്ചാൽ വൈറ്റിലയാണ്. ഞാൻ വൈറ്റില സെലക്ട് ചെയ്യുന്നു. ഏതാ നമ്മുടെ ഓഫീസിലോ വീട്ടിനടുത്തുള്ള ഏത് ഷോപ്പുകളെന്നുള്ളത് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല. അത് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് വ്യൂ ബ്രാൻഡ് കൊടുക്കാം. എല്ലാ ബ്രാൻഡുകളും കണ്ടു. ഞാൻ ബ്രാൻഡ് സെലക്ട് ചെയ്യാം. ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രമേ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുള്ളൂ. ബ്രാൻഡ് നമുക്ക് ഒരുപാട് ബ്രാൻഡ് കണ്ടു. ഇതിൽ ഏറ്റവും കുറഞ്ഞ ബ്രാൻഡ് 8PM ഒന്നും ഒരിക്കലും നമുക്ക് പ്രീമിയം കൗണ്ടറിൽ ലഭിക്കുന്നതല്ല. സോറി, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അത് ഞാൻ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത സാധനം കാർട്ടിൽ വരുന്നതാണ്. നെറ്റ്വർക്ക് എന്തോ ഇഷ്യൂ ഉണ്ട്, അതിനെ കറങ്ങി നടക്കുന്നത്, അല്ലെങ്കിൽ പ്രശ്നമില്ല. ഇത് നേരെ കാർട്ടിൽ വന്നു. ആ കാർട്ടിൽ സ്ഥാനത്ത് ഒന്നെന്ന് കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ ക്ലിക്ക് ചെയ്യുക. ഈ അടുത്തത് ഇങ്ങനെ വരും. നമ്മൾ നേരെ പ്ലേസ് ഓർഡർ പോവാം. അപ്പോൾ ഇവിടെ മാത്രമാണ് കുറച്ച് ഫോർമാലിറ്റീസ് ഉള്ളത്. ഇത് ഫൺ ടൈമാണ്. നമ്മുടെ മൊബൈൽ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ അമർത്തുക. ടേംസ് ആൻഡ് കണ്ടീഷൻ അംഗീകരിച്ചതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും വേണം. കാരണം എന്താ വെച്ചാൽ 23 വയസ്സാണോ മിനിമം മദ്യം വാങ്ങാൻ. ഇത് ഒരു സമയം രജിസ്ട്രേഷൻ പ്രക്രിയയാണ്. ഇത് കഴിഞ്ഞാൽ പ്രൊസീജിയേഴ്സ് എല്ലാം വളരെ സിമ്പിളാണ്. അടുത്ത വീഡിയോ ഞാൻ അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഇത് രജിസ്ട്രേഷൻ പ്രൊസീജിയറാണ്. അതാണ് ഇത്തിരി ലെങ്ത് വീഡിയോ ഉള്ളത്. രജിസ്റ്റർ ഹിയർ. അപ്പോൾ നമുക്ക് OTP വരും. ആ OTP ഇതിലേക്ക് അപ്ലൈ ചെയ്യണം. എൻ്റെ ഫോണിലേക്ക് ഒരു OTP വന്നു. OTP ഞാൻ അതിൽ എൻ്റർ ചെയ്യാൻ പോകുന്നു. നമുക്ക് എല്ലാവരും ഏത് നമ്പറാണ് നമ്മൾ കൊടുക്കുന്നത് ആ നമ്പറിലേക്ക് OTP വരും. ആ OTP അതിലേക്ക് ചെയ്യുക. വെരിഫൈ OTP ഞെക്കുക. ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. ഇത് ഞാൻ പറഞ്ഞോട്ടെ, ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രമേ ആവശ്യമുള്ളൂ. നമ്മൾ യൂസർ ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ നമ്മൾ ഫസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കില്ലേ, അതേമാതിരിയാണ്. രണ്ടാമതായി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതേപോലെ തന്നെ ഇത് വൺ ടൈം പ്രൊസീജിയറാണ്. ഒരു പാസ്വേഡ് നമുക്ക് ഇഷ്ടമുള്ളത് ഓർത്തിരിക്കാൻ പറ്റിയ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് ഓർത്തിരിക്കാൻ പറ്റിയ പാസ്വേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് രജിസ്റ്റർ ആൻഡ് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. യു ഹാവ് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ്. അപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഇനി നമ്മൾ എന്ത് ചെയ്യും? ലോഗിനിലേക്ക് പോകും. നമ്മുടെ പാസ്വേഡും ഇതേമാതിരി സെക്യൂരിറ്റി കോഡ് ചോദിക്കും. നമ്മൾ റോബോട്ട് എന്നല്ല, നമ്മൾ മനുഷ്യരാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടും നോർമൽ ഒരു മാനസികാവസ്ഥയുള്ളതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. കണ്ടിന്യൂ അമർത്തും. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടിന്യൂ പോകുന്നു. നമ്മുടെ പാസ്വേഡ്, നമ്മൾ നേരത്തെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തില്ല, ആ പാസ്വേഡ് അടിക്കുന്നു.
അപ്പോൾ പിന്നെ നമ്മൾ നേരെ കാർട്ടിലോട്ട് പോകും. നമ്മൾ കാർട്ടിൽ ഓൾറെഡി പർച്ചേസ് ചെയ്ത് വാങ്ങിയിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മതി. പ്ലേസ് ഇവിടെ ഇങ്ങനെ വരും. നമ്മൾ പ്ലേസ് ഓർഡർ ചെയ്യുന്നു. പേയ്മെൻറ്റ് നമുക്ക് ഓൺലൈനാണ് ചെയ്യേണ്ടത്. കണ്ടിന്യൂ ഒന്നുകൂടി കൺഫർമേഷൻ ചോദിക്കുകയാണ്, എന്തെങ്കിലും ആഡ് ചെയ്യാൻ വ്യത്യാസം ഉണ്ടോ എന്നുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂട്ട് പോകും. ഒരാൾക്ക് 3 ലിറ്റർ മദ്യവും 5 ബിയർ വരെ വാങ്ങാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. ഇവിടെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ GPay ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ മെയിൽ ID കൊടുക്കാം, GPay ID കൊടുക്കാം. ഇതും ഒരു പ്രാവശ്യം കൊടുത്താൽ മതിയാവും. നമ്മൾ GPay ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും നമ്മുടെ UPI ID. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിവിടെ അടിച്ചു കൊടുക്കുക. എനിക്ക് വന്നു. ഞാൻ പേയ്മെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. പേയ്മെൻറ്റ് ഞാൻ ചെയ്യുന്നു. പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി എന്ന് വരും. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ടോക്കൺ വരും. ഒന്നില്ലെങ്കിൽ ഈ ടോക്കൺ വാട്സപ്പായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലേക്ക്, രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് ഒരു SMS വരും. ഈ SMSൽ ഒരു നമ്പർ ഉണ്ടാകും, റെഫറൻസ് നമ്പർ എന്നാണ് അതിന് പറയുക. ആ നമ്പറായിട്ട് നമുക്ക് ഏത് സമയം രാവിലെ 10 മണി മുതൽ 9 മണി വരെ നമ്മൾ ബുക്ക് ചെയ്ത ഔട്ട്ലെറ്റിൽ പോയി നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും നേരെ നമുക്ക് ക്യാഷ് കൗണ്ടറിൽ പോയിട്ട് ഓൺലൈൻ പർച്ചേസ് എന്ന് പറഞ്ഞാൽ മതി. ഓൺലൈൻ പർച്ചേസ് എന്ന് പറഞ്ഞാൽ പിക്കപ്പ് ടൈം ചോദിക്കുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് 10 മണി വരെ 9 മണി വരെ ഏത് സമയത്ത് പോയിട്ട് നേരെ എത്ര ക്യൂ ഉണ്ടെങ്കിലും നേരെ കൗണ്ടറിലേക്ക് കയറാം. ആരെങ്കിലും ചോദിച്ചാൽ ഓൺലൈൻ ബുക്കിംഗ് ആണെന്ന് പറഞ്ഞാൽ കൗണ്ടറിൽ കാണിച്ചു. ഒന്നില്ലെങ്കിൽ സെയിൽസ്മാൻ ഉണ്ടാവും, അല്ലെങ്കിൽ കൗണ്ടറിൽ ക്യാഷ്യർ ഉണ്ടാവും, അവരോട് പറഞ്ഞാൽ മതി മൊബൈൽ കാണിച്ച് ഓൺലൈൻ ബുക്കിംഗ് ആണെന്നുള്ളത്. ഇത് നിങ്ങൾക്ക് വേറെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ലോക്കൽ കൗണ്ടറാണെന്ന് വിചാരിക്കുക, നിങ്ങൾ നേരെ പ്രീമിയം കൗണ്ടറിൽ പോയാലും മതി. അവിടെ പോയിട്ട് നിങ്ങൾ ഇത് കാണിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ സാധനം കിട്ടും. 8 PM ആയാലും ഏതാണോ നിങ്ങൾ ബുക്ക് ചെയ്തത് അത് നിങ്ങൾക്ക് ഏത് കൗണ്ടറിൽ പോയാലും, പ്രീമിയം കൗണ്ടറിൽ പോയാലും ലോക്കൽ കൗണ്ടറിൽ പോയാലും ഓൺലൈൻ ബുക്കിംഗ് എന്ന് പറഞ്ഞാലും മതി. ചില ഷോപ്പിൽ ഓൺലൈൻ ബുക്കിംഗ് കൗണ്ടർ ഉണ്ടാവും. ഇല്ലെങ്കിലും നിങ്ങൾക്ക് പ്രീമിയം കൗണ്ടറിലോ ലോക്കൽ കൗണ്ടറിലോ പോയിട്ട് എത്ര തിരക്കുണ്ടെങ്കിലും നേരെ പോയിട്ട് ഓൺലൈൻ ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ നമ്പർ കാണിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് സാധനം ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ച് സമയപരിധിയോ അല്ലെങ്കിൽ വാലിഡിറ്റിയോ ഇല്ല. നമുക്കൊരു സമയം കൊടുക്കണം, പക്ഷെ അത് ആ സമയത്ത് തന്നെ പോകണം നിർബന്ധമല്ല. അതൊരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ടതാണ്. ഉള്ള സമയം കൊടുത്തിട്ട് നമുക്ക് സമയത്ത് വാങ്ങാവുന്നതാണ്. സബ്മിറ്റ് കൊടുക്കുന്നു, നമുക്ക് വേറെ കഴിഞ്ഞു. ഇത് ഇത്രയേ ഉള്ളൂ. ഇത് ആദ്യം രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും ലെങ്ത് വീഡിയോ ആയത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. താങ്ക്